അന്നൊരു ലോകമല്ലടി പെട്ടെന്ന് കിട്ടിയ സ്നേഹം പെട്ടെന്ന് പോകുന്ന കൈവിട്ട്. പക്ഷെ അപ്പൊ ഇത്രയും കൊല്ലം നിന്നിട്ടും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയെന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അപ്പൊ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? മുട്ടയെന്ന് വിരിയുന്നതിന് മുന്നേ തന്നെ ജീവിതത്തിലേക്ക് കടന്ന യുവ ഹൃദയങ്ങൾ അമേയ, വിഷ്ണു, ഇവരെയൊക്കെ രണ്ടുപേർക്കും അറിയാമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ തകർത്ത് റീൽസൊക്കെ ഇടുന്ന പാർട്ടികൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുന്ന ചെറുക്കൻ്റെ കൂടെ വരികയും ഞാൻ ഇവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് റീലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ, സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് ഈ അഭി എന്ന് പറയുന്ന യുവകോമളൻ ഇവരുടെ കുടുംബത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. അങ്ങനെ നുഴഞ്ഞു കയറി അവൻ ഇവളെയും അടിച്ചുകൊണ്ടങ്ങ് പോയി. അപ്പം ഈ വീഡിയോസൊക്കെ നമ്മളിതൊക്കെ എങ്ങനെ അറിഞ്ഞ്, ഇവർ തന്നെ കരഞ്ഞ് മെഴുകിയൊക്കെ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ തേച്ചിട്ട് പോയ നമ്മുടെ സുന്ദരി തിരിച്ചു വന്നിരിക്കുകയാണ് വിഷ്ണുവിലേക്ക്, വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കാൻ. തിരിച്ചു വന്നിട്ടുള്ള ഒരു മെഴുകൽ ഒന്ന് കാണാം. ഞാൻ പിന്നെയാണ് മനസ്സിലായത്, ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേ ബി മനസ്സിലായതാണ്. അഭി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ വിഷ്ണുവിനെ പറ്റി കുറെ പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് വിഷ്ണുവിൽ നിന്നും ബ്രേക്കപ്പായി ഇവളെ അടിച്ചുകൊണ്ട് പോകാൻ അവൻ കുറേ ശ്രമങ്ങളൊക്കെ നടത്തി. ഇവർ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് അവൻ നടത്തിയ അവൻ്റെ ആ ഒരു കുത്സിതങ്ങളാണ് ഇവൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പം തെറ്റ് മൊത്തം കൊണ്ടുപോയ അബിക്കാണ്. ഇവള് പരിശുദ്ധയാണ്, പരിശുദ്ധ. ഞാൻ അതെല്ലാം വിശ്വസിച്ചു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്ന് ഇവൻ കാരണം ഞാനും വിഷ്ണുവിടെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും എല്ലാം അബിയുടെ കുറ്റമാണ്. ഈ കൊച്ചിൻ്റെ ഭാഗത്ത് ഒരു കുറ്റമില്ല. ഈ കൊച്ചും ഭർത്താവും നല്ല രീതിയിൽ സ്നേഹത്തിൽ കഴിയുകയായിരുന്നു. നല്ലൊരു കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അവിടെ ആ ഒരു കശ്മലൻ കടന്നു വന്നത് ഗൈസ്. ആ കശ്മലൻ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ കൊച്ചിനെ തെറ്റിദ്ധരിപ്പിച്ച് വിഷ്ണുവിൽ നിന്നും അടർത്തിയെടുത്ത് കൊണ്ടുപോയതാണ് ഗൈസ്. കൊച്ചൊന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഹബിയേൻ തേച്ചിട്ട് അവൾ വീണ്ടും വിഷ്ണുവിലേക്ക് വന്നു. അതായത് വിഷ്ണു ആദ്യ ഭർത്താവ് കൊണ്ടുവന്നു. എൻ്റെ പൊന്നോ, ഈ പെണ്ണ് മറ്റേ അബി എന്ന് പറയുന്ന കാമുകനൊപ്പം ഇറങ്ങിപ്പോയപ്പോൾ ഈ ഇവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ ആദ്യ ഭർത്താവ് വിഷ്ണുവിൻ്റെ മെഴുകൾ കൊണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ തിരിച്ച് വാടി വാവേ, തിരിച്ച് വാടി വാവേ എന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് കരഞ്ഞ് മെഴുകുമായിരുന്നു. ഈ ചെറുക്കൻ്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ആൾക്കാരെ സ്നേഹിക്കുമോ ഇത്രയ്ക്കും? അപ്പം ഇവൻ്റെ കരച്ചിൽ കണ്ടിട്ട് അവൻ വീഡിയോ ഇടുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇവള് വരും. അത് നിങ്ങൾ വിശ്വസിക്കരുത് ഗൈസ്. അവൻ ഈ കരയുന്നത് അവൻ്റെ ചാനലിന് റീച്ച് ഉണ്ടാവാനാ, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നും പറഞ്ഞിട്ട് ഈ പെങ്കൊച്ചും വീഡിയോസുമായിട്ട് വരും. എന്നെ കൊണ്ട് ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരും ഇല്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പൊയ്ക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് നോക്കിക്കോ, എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ നോക്കിക്കോ. അവിടെ എല്ലാം യൂസ് ചെയ്യണം, നീ കുറച്ച് യൂസ് ചെയ്യണം. ഈ വോയിസ് നിങ്ങൾ തന്നെ കേട്ടാ, അവൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എങ്ങനെ അവന്റെ കൂടെ പോകണം? പിന്നെ അവിടെ ഭർത്താവ് ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് ക്ലാരിഫിക്കേഷനുമായിട്ട് തേച്ചിട്ട് പോയവളിടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നാളും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം കുത്തിയുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുപോയ രണ്ടാമത്തെ ആ അബി എന്ന് പറയുന്ന ആ യുവകോമളനെയും തേച്ചിട്ട് വിഷ്ണുവിലേക്ക് മടങ്ങി വന്നു നമ്മുടെ യുവകോമള. പക്ഷേ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങൾ അത് സത്യവാ. രണ്ടു പേരിലേക്ക് മൂന്നാമതൊരാൾ വരുമ്പോഴാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതങ്ങനെയാണല്ലോ, സ്വാഭാവികം. ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ്,
ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. സെറ്റ്. ഇപ്പം ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല ഗൈസ്, ഇപ്പം ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു ഗൈസ്. ആദ്യം വന്നവനെ തേച്ചിട്ട് രണ്ടാമതൊരുത്തൻ്റെ കൂടെ പോയി. അപ്പം ഞങ്ങൾ ബ്രേക്കപ്പായി. അങ്ങനെ ആ രണ്ടാമത്തവനെ അവിടെ തേച്ചിട്ട് ഇവനിലേക്ക് വീണ്ടും വന്നു. കാരണം ഈ അക്കരപ്പച്ച എന്ന് പറയത്തില്ലേ, ഇവിടെ ഇരിക്കുമ്പോൾ തോന്നും അപ്പുറമാണെന്നല്ലേ, അവിടെ ഇരിക്കുമ്പോൾ തോന്നും ഇപ്പുറമാണെന്നല്ലേ. അപ്പം അങ്ങനെ രണ്ടും കെട്ടൊരവസ്ഥയിലായിരുന്നു കൊച്ച്. അപ്പോൾ ഇവിടെ ഈ വിഷ്ണു എന്ന് പറയുന്നതിൻ്റെ കൂടെ നിന്നപ്പോൾ അബിയായിരുന്നു നല്ലത്, വിഷ്ണു കൊള്ളരുതാത്തവനായിരുന്നു. അങ്ങനെ അബിയുടെ കൂടെ ചെന്നപ്പം വിഷ്ണു നല്ലവൻ, അബി കൊള്ളരുതാത്തവൻ. അങ്ങനെ അബിയും കളഞ്ഞിട്ട് വീണ്ടും വിഷ്ണുവിലേക്ക് വന്നു. അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയ തൻ്റെ വാവയെ കുറിച്ചിട്ട് നമ്മുടെ വിഷ്ണുക്കുട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതും കൂടി കാണാം. സ്നേഹത്തിൻ്റെ വില സ്നേഹിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. എന്താ പറയാ, നിങ്ങളവിടെ എൻ്റെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ അവൾക്ക് തോന്നി. എന്നെ വേണ്ടത് അറിയാമല്ലോ, വേണ്ടത് പറഞ്ഞുണ്ടാക്കാൻ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നെടുത്ത് അങ്ങനെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതൽ വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് ഇതായിരുന്നുള്ളൂ. നമ്മുടെ വിഷ്ണു ഇപ്പം ആനന്ദത്തിലാണ്, വാവ തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിലാണ്. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. അപ്പം മണഗുണാഞ്ചൻ ചെറുക്ക, ഒരിക്കൽ ചതിച്ചവള് വീണ്ടും ചതിക്കും. അന്ന് നിന്നെ ഇവള് തേച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി, അവൻ കൊള്ളത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവള് തിരിച്ചു വന്നിരിക്കുകയാണ്. നാളെ വേറൊരുത്തനെ കാണുമ്പോൾ ഇവള് പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇവള് നിന്നെ ഇട്ടിട്ട് 3-4 മാസമായിട്ട് വേറൊരുത്തൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ നീ കരഞ്ഞു മെഴുകി നിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടും ലേശം പോലും സഹതാപം അവൾക്ക് ഉണ്ടായില്ല. പിന്നെ നീ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൾ വീണ്ടും വന്നിരിക്കുകയാണ് നിൻ്റെ ജീവിതത്തിലേക്ക്. ഇനി അടുത്ത ഒരു തേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നീ കാത്തിരുന്നോ. കാരണം എന്താണെന്നറിയാം, ഒരിക്കൽ തേച്ചവൾ വീണ്ടും തേച്ചിരിക്കും. നീ അല്ലെങ്കിൽ കണ്ടോ. അപ്പം എന്തായാലും നമ്മുടെ ഈ ന്യൂജൻ പിള്ളേരെ കൊണ്ട് നമ്മളിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണല്ലോ നടക്കുന്നത്. സംസ്കാര സമ്പന്നരായിട്ടുള്ള കേരളീയരടങ്ങുന്ന നമ്മുടെ കുടുംബത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വണ്ടർ അടിക്കാതിരിക്കുമോ. അപ്പം എന്തായാലും ഇവിടെയൊക്കെ വീട്ടുകാരെയാണ് ഞാൻ ആലോചിക്കുന്നത്. വേറൊരുത്തി കാമുകനെ ടെസ്റ്റ് ചെയ്തെടുക്കുന്നു, ഇവിടെ ഒരുത്തനെ കളഞ്ഞിട്ട് പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു, ഒരുത്തനെ കളഞ്ഞിട്ട് പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു. എന്തായാലും കൊള്ളാം. ജീവിതത്തിന് യാതൊരുവിധ പ്രാധാന്യവും കൽപ്പിക്കാതെ, ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ കല്യാണം. എന്തായാലും ഇവറ്റകൾ സ്വന്തം ജീവിതങ്ങളാണ് ഇട്ടിങ്ങനെ അമ്മാനമാടുന്നതെന്ന് ആര് പറഞ്ഞു കൊടുക്കാൻ, ആര് പറഞ്ഞ് മനസ്സിലാക്കാനാ? ഒരു കാര്യവും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.